ഞാൻ ആർക്കും പിന്നിൽ നിന്ന് കുത്തുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആർക്കും അങ്ങോട്ട് കയറി ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാനൊരു നെഗറ്റീവ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നെപ്പറ്റി കഴിഞ്ഞ ദിവസം നിമിഷ ബിജോയുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രേണു സുധിക്കെതിരെ വന്നിരുന്ന് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്. 1-2 ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ആ ഇന്റർവ്യൂസിനകത്ത് എല്ലാം പുള്ളിക്കാരത്തി പറയണത് ആ കൊച്ചിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം സ്വന്തം കൊച്ചിനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു അമ്മയുടെയാണ്. അല്ലാതെ നാട്ടുകാർ നോക്കിക്കോ, നാട്ടുകാരെ ഏൽപ്പിക്കാന്നൊക്കെയുള്ള രീതിയിൽ വന്ന് പറയണത് ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നിമിഷയുടെ ഇന്റർവ്യൂവിനകത്ത് നിമിഷ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിമിഷയ്ക്ക് ഒരു മറുപടിയായിട്ട് രേണു സുധി രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ആ മറുപടി എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നിൽ നിന്ന് കുത്തുന്നവരോടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആർക്കും അങ്ങോട്ട് കയറി ഒരു ദോഷം ഈ പറയുന്ന ആൾക്കാരെ പറ്റി പോലും ഞാനൊരു നെഗറ്റീവ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നെപ്പറ്റി നെഗറ്റീവ് പറയുന്ന അവരെ പോലും ഞാൻ ഒരു വാക്കുകൊണ്ട് ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല. ഇവർ പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? പിന്നിൽ നിന്ന് കുത്തിയെന്ന്. സത്യം പബ്ലിക്കിന്റെ മുന്നിൽ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇവർക്കത് പിന്നിൽ നിന്ന് കുത്തലായിട്ടൊക്കെയാണ് തോന്നുന്നത്. അതാണ് പറഞ്ഞത്, ഇവരെ ഒരു മനുഷ്യർക്കും ഉപദേശിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ സതീശെന്നോ അങ്ങാണ്ട് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടതാണല്ലോ. അയാൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും കേൾക്കാത്തൊരു വ്യക്തിയാണ് രേണു എന്ന്. അപ്പം പിന്നെ നമ്മളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അവരുടെ തോന്നലുകൾ, അവരുടെ ചിന്തകൾ, അവരെ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുറത്തുനിന്ന് കുത്തുവാണെങ്കിൽ കുത്തിക്കോട്ടെ. അതെ, ഞാനത് കണ്ടില്ല. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നോടൊരു ഫ്രണ്ടും കൂടെ വിളിച്ച് പറഞ്ഞായിരുന്നു, ഞാൻ അറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഈ അടുത്ത കാലത്ത് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഇവര് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് എങ്ങനെ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇവർ വന്നിരുന്നത് പബ്ലിക്കിന് മുന്നിൽ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ പറയണത്. എന്ത് കാര്യം ഇവരടുത്ത് ചോദിച്ചാലും ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല, എനിക്കത് കാണാൻ താല്പര്യമില്ല, ഇങ്ങനെയുള്ള ഡയലോഗാണ് ഇവർ പറയണത്. അപ്പം ഞാനത് പറഞ്ഞല്ലോ, നിമിഷ പറഞ്ഞത് ഞാനത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞത്? അതാണ്, അങ്ങനെയാണോ പറഞ്ഞത്? എനിക്കറിയില്ല. അത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സമൂഹം മുഴുവനും ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു. നിമിഷയോടല്ല ക്ഷമ പറയുന്നത്, സമൂഹത്തിന് എല്ലാവരും, നിമിഷം ഉൾപ്പെടുന്ന. അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത്, എന്നോട് ക്ഷമിക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ക്ഷമിക്കുക. കൊച്ചിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പബ്ലിക്കായിട്ട് രേണു സുധി മാപ്പ് പറഞ്ഞിരിക്കുവാണ്. ചൈൽഡ് ലൈനിൽ കേസൊക്കെ അതിന് ശേഷമുള്ള മാപ്പപേക്ഷയാണത്. അത് മാത്രമല്ല, ഇവർ മനസ്സില്ലാ മനസ്സോടെയാണ് ഈ മാപ്പ് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇനി എത്ര മാപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ഈ മാപ്പ് ഒരു മനുഷ്യരും സ്വീകരിക്കത്തില്ല. സ്വന്തം കൊച്ചിനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്, അല്ലാതെ ജനങ്ങൾക്കല്ല. അതിൻ്റെ ഒരു സാമാന്യ ബോധം പോലും നിങ്ങൾക്ക് ആർക്കും ഇല്ല, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മനുഷ്യർക്കും ഇല്ല. ഇന്ന് നമ്മുടെ KHDC ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സുധിലയം എന്ന് പറയുന്ന ഒരു ബോർഡ് അവർ അഴിച്ചു മാറ്റിയിട്ട് പുതിയൊരു ബോർഡ് അവരവിടെ കൊണ്ടുവയ്ക്കുമെന്ന്. അതായത് ആദ്യം സുധിലയം എന്ന് പറയുന്ന ഒരു ബോർഡിന്റെ താഴെ ഗിഫ്റ്റഡ് ബൈ KHDC എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ കുറെ ആൾക്കാർ അവരെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവർ തന്നെ തീരുമാനിച്ച് അതങ്ങ് ഊരി മാറ്റിയിട്ട് വെറും സുധിലയം എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ വെച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ എന്തായാലും ആ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. പുതിയ ബോർഡ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫിറോസ് ഭായ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ ആ ബോർഡ് വയ്ക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ പുതിയ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യമേ പഴയ ബോർഡ് അടിച്ചു മാറ്റാൻ ചെന്ന സമയത്ത് തങ്കച്ചൻ അവിടെ കിടന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബോർഡ് അടിച്ചു മാറ്റാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഇനി പുതിയ ബോർഡ് വെച്ചപ്പോൾ ഇനി തങ്കച്ചൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഫിറോസ് ഭായിക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അവിടെ പോയി നമ്മുടെ ജോലിക്കാർ സുധിലയം എന്നുള്ള ബോർഡ് വെച്ചു, നല്ലൊരു ബോർഡ് വെച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലേ, ഒരുപാട് ആൾക്കാർ വിമർശിച്ചിരുന്നു ആ ബോർഡ് വെക്കാൻ പാടില്ല. ഞാനത് പോസിറ്റീവായിട്ട് എടുത്തത്. അത് നമ്മളങ്ങനെ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക, ഇറിറ്റേറ്റഡ് ആയിട്ട് കാര്യമില്ല. ആരെന്ത് പറഞ്ഞാലും, ചെറിയ കൊച്ചു കുഞ്ഞും വിമർശിച്ചാലും അല്ലെങ്കിൽ പ്രായം കൂടിയ ഒരാളെ വിമർശിച്ചാലും വിമർശനത്തിൽ സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കും. ഞാനെന്നല്ല, എൻ്റെ കേരള ഓൺ ഡിസൈൻ ഗ്രൂപ്പിലെ അഡ്മിൻ പാനലിൽ അല്ലെങ്കിൽ ഹഡ്കോ കമ്മിറ്റിയിലുള്ള ആൾക്കാരെല്ലാം അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതൊരു കൂട്ടായ പരിശ്രമമാണ്. പലരും പറഞ്ഞ് എനിക്ക് പ്രശസ്തി
ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ മനുഷ്യനെയൊക്കെ അനാവശ്യമായിട്ട് ഈ ഒരു കോൺട്രവേഴ്സിയിലോട്ട് പിടിച്ചിട്ടതായിരുന്നു അല്ലേ. കാര്യം സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വന്ന് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ വന്നിരുന്ന് വിളിച്ച് പറയുവാണ്. കാര്യം അങ്ങനൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. കാര്യം ഈ അടുത്ത് രേണുവിൻ്റെ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും കണ്ട് ആരെങ്കിലും നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ഒരു വിലയും അവർ കൊടുക്കത്തില്ല. അതായത് സഹായം അവർ സ്വീകരിച്ചിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അവരെ ചീത്ത വിളിക്കുന്ന രീതിയാണ് രേണുസുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പണ്ടും ഇവരിത് തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ബിഗ് ബോസിലോട്ടൊക്കെ പോകുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്രത്തോളം കൺഫേം ആണെന്ന് അറിയത്തില്ല. 50-50 ചാൻസ് ആണെന്നാണ് പറയണത്. ചിലവർ പറയുന്നത് ഇന്ന് കയറി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു ഉറപ്പുമില്ല. ഇനി ബിഗ് ബോസ് ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. നമുക്കറിയാം ബിഗ് ബോസിൽ രേണു ഉണ്ടോ ഇല്ലയോ എന്ന്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏതൊരു പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയി കഴിഞ്ഞാൽ ഏതൊരു പാർട്ടി ആയി കഴിഞ്ഞാലും കോൺഗ്രസ് പാർട്ടി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ചെറിയ നാട്ടിലൊരു സംഘടന ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് അതിന് ഓടിച്ചാടി നടക്കുന്ന ഒരാളെപ്പോഴും കുറച്ച് ഫേമസ് ആവും ആ ഒരു അതിൻ്റെ പേരിൽ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനിയിപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് ആരെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ കോർഡിനേഷൻ എന്നുള്ള പദവി ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പുതിയ വീടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടുതലുള്ള 2-3 ആൾക്കാരൊക്കെ പറഞ്ഞു അത് പറ്റില്ല ഫിറോസ്ക, നമുക്ക് ഇനിയും ചെയ്തു കൊടുക്കണം. അവിടെയാണ് നമ്മൾ വീണ്ടും ഐ മീൻ ലൈക്ക് നമ്മുടെ നല്ല മനസ്സിൻ്റെ ഇത് എല്ലാവരും അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷനായിട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓടിച്ചാടി എല്ലാം നോക്കി നടക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വരില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് വരാം. ഓക്കെ, പുള്ളി ഇത്രയൊക്കെയാണ് പറയണത്. പുള്ളിക്ക് നേരിട്ട കാര്യങ്ങളും വിഷയങ്ങളൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇനിയിപ്പം കേട്ടിട്ട് വലിയ കാര്യമില്ല. കാര്യം സംഭവിച്ചത് എന്തായാലും സംഭവിച്ച് ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചോർച്ചയുടെ കേസായി കഴിഞ്ഞാലും ഈ ബോർഡിൻ്റെ കേസായാലും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒക്കെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് ചിലവാക്കി ചെയ്യാൻ നോക്കുക. വെറുതെ ബാക്കിയുള്ളവരെയൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ബുദ്ധിമുട്ടിക്കരുത്. പ്രത്യേകിച്ച് തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇനി കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ ഈ രേണുസുതിയുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്, ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അതായത് രേണു ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്നത് സത്യമാണ്, പക്ഷേ അതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ കള്ളത്തരമാണ് എന്ന് ഈ രേണുസുതിയുടെ ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടി വന്നിരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. അതൊരു ബ്ലോഗ്സിലാണെങ്കിൽ അതിന്റെ താഴെയാണെങ്കിൽ ഒരു കമന്റ് സെക്ഷനിൽ ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ്, അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രൂമിംഗ് സെക്ഷൻ, ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോം ഉണ്ടായിരുന്നു, ഹൈ ഹീൽ ചെരുപ്പ് കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് ഏവിയേഷൻ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പഠിച്ചതും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കാര്യം അങ്ങനെയാണ്, ആ കോഴ്സിൻ്റെ രീതി അങ്ങനെയാണ്. എൻ്റെയും ഒരുപാട് ഫ്രണ്ട്സ് ഏവിയേഷൻ പഠിക്കുന്നുണ്ട്. അല്ലാതെ ഇവരുടെ ആ ഒരു നിപ്പും രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് ബേസിക്കലി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കൺവിൻസ്ഡ് ആയിട്ടില്ലായിരുന്നു. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിങ് ചെയ്യുന്നു, നമ്മൾ കളിയാക്കുന്നു, ഡ്രസ്സിനെ കളിയാക്കുന്നു. ഞാൻ ഈ നിമിഷം വരെ രേണുവിൻ്റെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എടുത്തു വെച്ച് ഞാൻ മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ്. അവിടെയാണ് ഞങ്ങൾ പഠിച്ചത്. അത് നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്നാൾ സ്റ്റാൻഡിന് തൊട്ട് ഇച്ചിരി ദൂരം നടന്നേച്ചാൽ മതി, അത്രയും അടുത്ത് തന്നെയാണ്. പെരുന്നാൾ സ്റ്റാൻഡ് തൊട്ടിപ്പുറം തന്നെയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചാൽ ഇപ്പോഴുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ്. ഞങ്ങൾ എല്ലാവരും പാസ് ഔട്ട് ആയതിനു ശേഷം ഇവിടെ ഒരിക്കലും രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് നമ്മൾ കളിയാക്കുമല്ല. പക്ഷേ ഫ്ലവേഴ്സ് പോലെയുള്ള ഒരു ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഇത്രയും വലിയൊരു നുണ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇവിടെ പല പ്രമുഖ സിനിമാ നടന്മാർക്കും +2 സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ രേണുവിനെ സംബന്ധിച്ച് +2 10 എന്ന് പറയുന്നതൊന്നും വലിയ വിഷയമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇത് വളച്ചൊടിച്ച് രേണുവിൻ്റെ എഡ്യൂക്കേഷൻ കളിയാക്കിയെന്ന് ഒരു മനുഷ്യനും വന്നിരുന്ന് കമൻറ്റ് ഇടരുത്. അതായത് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു പരിപാടിയിൽ വന്നിരുന്ന് കള്ളം പറഞ്ഞ സാധനമാണ് നമ്മൾ പൊളിക്കാൻ നോക്കുന്നത്. പുള്ളിക്കാരി വീഡിയോക്കകത്ത് നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയുന്നത്. കേട്ടല്ലോ, എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത് പച്ച കള്ളമാണെന്ന്. ഇവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യർ പോലും എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തായിട്ട് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറെ ഷോപ്പുകളുണ്ട്, അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യത്തിന്റെ പേര് ഓർക്കുന്നില്ല, ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാർ
പിന്നെ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു, ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു. അങ്ങനെ പിന്നെ ചിലവർ ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിയത്. ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല. പിന്നെ കള്ളം പറഞ്ഞ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരിക്കൽ പിടിക്കും. നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് ഇതിനെ പറ്റിയിട്ടൊരു ബോധം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഇങ്ങനെ വന്ന് എന്തിനാണ് കള്ളം പറയണത്? രേണുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചീത്തപ്പേരെന്ന് പറയണത് വാ തുറന്നു കഴിഞ്ഞാൽ കള്ളമേ പറയത്തുള്ളൂ എന്നാണ്. ഇത് ഇവരായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് ഇതൊക്കെ. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ ക്ലിപ്പിങ് ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും പുള്ളിക്കാരത്തി പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യരും എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന്. ഇനി ഇതിനെന്ത് മറുപടിയാണ് രേണുസുതി വന്ന് പറയുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്തായാലും ഓഗസ്റ്റ് 3 വരെ നിങ്ങൾ കാത്തിരിക്കുക. ബിഗ് ബോസിനകത്ത് രേണുസുതി ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തിയുടെ റിയൽ സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അന്ധമായിട്ട് രേണുസുതിയെ ആരാധിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.